18 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയെ തന്നെ പിടിച്ചുലച്ച കർഷക പ്രക്ഷോഭമായിരുന്നു ബംഗാളിലെ സിംഗൂരിലേത്. ടാറ്റയുടെ നാനോ കാർ ഫാക്ടറിക്കെതിരെ നടന്ന ആ പോരാട്ടം ബംഗാളിലെ 34 വർഷത്തെ ഇടതുഭരണത്തിന്റെ അടിത്തറയിളക്കി. സമരം വിജയിച്ചു, ടാറ്റ മടങ്ങി, കർഷകർക്ക് ഭൂമി തിരികെ കിട്ടി. എന്നാൽ ഇന്ന് വർഷങ്ങൾക്കിപ്പുറം സിംഗൂർ എവിടെ നിൽക്കുന്നു? കൃഷിയുമില്ല, വ്യവസായവുമില്ലാതെ ശ്മശാനമുഖമായ സിംഗൂരിലെ കാഴ്ചകളിലേക്ക്. ദുർഗാപൂർ എക്സ്പ്രസ് ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഈ മണ്ണിലാണ് ഒരു കാലത്ത് ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിച്ച മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. 2006 ടാറ്റയുടെ നാനോ ഫാക്ടറിക്കായി ഇടതു സർക്കാർ ഏറ്റെടുത്ത 997 ഏക്കർ ഭൂമി. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസിക സമരത്തിനൊടുവിൽ ടാറ്റ ഗുജറാത്തിലേക്ക് വണ്ടി കയറി. 2016 സുപ്രീം കോടതി ഭൂമി ഏറ്റെടുക്കൽ റദ്ദാക്കിയതോടെ 9117 കർഷകർക്ക് തങ്ങളുടെ മണ്ണ് തിരികെ ലഭിച്ചു. പക്ഷേ ആ സമര വിജയത്തിനെന്ന കണ്ണീരിന്റെ ഉപ്പാണ്. സമരവിജയ സ്മരണയ്ക്കായി മമതാ സർക്കാർ നിർമ്മിച്ച രക്തസാക്ഷി സ്മാരകം ഇന്ന് കാട് പിടിച്ചു കിടക്കുന്നു. പുനരധിവാസ പാക്കേജുകൾ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും പ്രായോഗികമായി സിംഗൂർ എന്നൊരു പ്രേത നഗരമാണ്. 1000-ഓളം ഏക്കർ ഭൂമി കൃഷി ചെയ്യാനാവാതെ തരിശായി കിടക്കുന്നു. കോൺക്രീറ്റ് തൂണുകളും ഫാക്ടറി അവശിഷ്ടങ്ങളും നിറഞ്ഞ മണ്ണിൽ വിത്തെറിയാൻ കർഷകർക്ക് സാധിക്കുന്നില്ല. 5 ഏക്കറോളം കൃഷിഭൂമി തിരികെ ലഭിച്ച കമലുദ്ദീൻ എന്ന കർഷകൻ സിംഗൂരിലെ ഇന്നത്തെ നിശബ്ദമായ വിലാപമാണ്. टाटा तो नहीं है, टाटा चला गया, इंडस्ट्रियल नहीं है, और जो ज़मीन वापस कर दिया वो चाष जोग्य नहीं है. मतलब उसमें राबिज है, कहाँ पे लोहा है, बालू है, उसमें चाष नहीं हो रहा है, ठीक से चाष नहीं हो पा रहा है. तो इंडस्ट्रियल चला गया, बहुत नुकसान हो गया. सिंगूर नुकसान हो गया, बहुत नुकसान हो गया. जब इंडस्ट्री होता तो बहुत जुबा नौकरी मिलता था, अनेक आदमी को काम मिलता था, काम करना पड़ता था. अभी नहीं है, पूरा बेकार हो गया पूरा. സമരത്തെ നേരിടാൻ അന്നത്തെ ഇടതു സർക്കാർ നിർമ്മിച്ച പോലീസ് കേന്ദ്രം ഇന്നും ഇവിടെയുണ്ട്. ടാറ്റ നാനോ ഫാക്ടറിക്കായി ഒരുക്കിയ പവർ ട്രാൻസ്ഫോമറുകളും റോഡുകളും ഹൈവേകളുമെല്ലാം ശവപ്പറമ്പിലെ അടയാളങ്ങൾ പോലെ അവശേഷിക്കുന്നു. മണ്ണ് വിതച്ചാൽ പൊന്നു വിളയുന്ന കാലം പോയി. ഇന്ന് മണ്ണ് വെട്ടിവിറ്റാണ് സിംഗൂരിലെ പല കുടുംബങ്ങളും വിശപ്പടക്കുന്നത്. തൊഴിൽ തേടി ഇവിടുത്തെ യുവാക്കൾ കൊൽക്കത്തയിലേക്കും മറ്റ് നഗരങ്ങളിലേക്കും പലായനം ചെയ്തു കഴിഞ്ഞു. മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ശക്തികേന്ദ്രമായി സിംഗൂർ ഇന്നും തുടരുന്നു. അതുകൊണ്ട് തന്നെ പലരും പരസ്യമായി പ്രതികരിക്കാൻ ഭയക്കുന്നുണ്ട്. സമരം ജയിച്ചു, പക്ഷേ ജനങ്ങൾ തോറ്റുപോയി. വ്യവസായവുമില്ല, കൃഷിയുമില്ല എന്ന അവസ്ഥയിൽ ഒരു നഗരത്തിന്റെ സ്വപ്നങ്ങൾ ഇവിടെ നോക്കുകുത്തിയാവുകയാണ്. 18 വർഷം മുമ്പ് ലോകവും രാജ്യവും മുഴുവൻ ശ്രദ്ധിച്ച കർഷക പ്രക്ഷോഭം നടന്ന സ്ഥലമാണിത്. ടാറ്റ നാനോ ഫാക്ടറിക്കെതിരെ ഇവിടെ നടന്ന കർഷക പ്രക്ഷോഭമാണ് 34 വർഷത്തെ CPM ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കിയത്. ഈ പ്രക്ഷോഭത്തെ തുടർന്നാണ് 2011 മമതാ ബാനർജി അധികാരത്തിലെത്തുകയും ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഒരു രക്തസാക്ഷി മണ്ഡപം മാത്രമാണുള്ളത്. കൃഷിയുമോ വ്യവസായമോ ഇവിടെയില്ല. ക്യാമറമാൻ അമൽ വടകരക്കൊപ്പം KS ശരത്ലാൽ, സിംഗൂർ.